റോഡൊന്ന് നന്നാക്കി തരാൻ പറ. ഇവിടെ ഉള്ളവരെ കാര്യം കഷ്ടപ്പോവുക. വണ്ടിക്കാർ വരൂല ഇതിലെ വിളിച്ച. നിങ്ങൾ വിളിക്കുന്നത് അത് 5 വരെങ്കിലും വീഴും പെട്ടെന്ന്. ആരുമില്ല ഇവിടെ. ഇവിടെ മന്ത്രിയുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്. ആരുണ്ട് ഇവിടെ? നമസ്കാരം. ഇത് കോളിച്ചിറ മഞ്ചാമൂട് റോഡാണ്. ഞാൻ പറയുന്നില്ല നാട്ടുകാർ. ചേട്ടാ, ഈ റോഡിന്റെ അവസ്ഥ എങ്ങനെ ചേട്ടാ? പറയാൻ പറ്റാത്തൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം എല്ലാ വർഷവും വർഷം തോറും ഇത് തന്നെയാണ്. ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു രക്ഷയില്ല. ചേട്ടാ, ഒരുപാട് ഈ പറയുന്ന അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് അപകടങ്ങളുണ്ട്. ഓക്കെ, പെട്ടെന്ന് സ്ലിപ്പ് ആവുന്നുണ്ട്. ഈ റോഡ് എന്ത് അവസ്ഥ? ഈ റോഡ് 15 വർഷം കൊണ്ട് ഇങ്ങനത്തെ അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത്. മഞ്ചാടിമൂട് മുതൽ കോളിച്ചിറ വഴി മുടവരം വരെയുള്ള റോഡാണ്. 3 പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട റോഡാണ്. ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. 3 തവണ ഒരേ മെമ്പറിൻ്റെ ഭരണത്തിൽ വി ശശിയുടെ ഭരണത്തിൽ വന്ന സ്ഥലമാണിത്. എന്നിട്ടും അവരെ കണ്ട് ആരെങ്കിലും പറഞ്ഞാലും പരാതികളൊക്കെ പലരും കൊടുത്തിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. കൊടുത്തെന്ന് വെച്ചിട്ട് ആരും അത് പരിഗണിക്കുന്നില്ലല്ലോ. ആരെയും കൊണ്ട് ഒരു രീതിയിലും എൻ്റെ നിവർത്തി വരുന്ന കാര്യമല്ല ഇത്. 3 പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട റോഡാണിത്. ചിറയൻകീഴ്, അഴൂർ, കിഴുവല. ബസ് വന്ന് കയറി അവിടെ വഴി നിന്നു. ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ പൊടി കുഞ്ഞുങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ബസ്സിനകത്ത്. ഏതായാലും നമ്മൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. നാട്ടുകാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ചോദിക്കുക അവിടുത്തെ 2-3 ആള് ഡെയിലി വീഴാറുണ്ട്. ഡെയിലി വീഴാറുണ്ട്. ഡെയിലി പറയാൻ പറ്റില്ല, വീഴും. ചേട്ടൻ കേട്ടത് കഷ്ടപ്പാടുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് റോഡ്? ഇത് എങ്ങനെയെങ്കിലും റോഡൊന്ന് നന്നാക്കി തരാൻ പറ. ഇവിടെ ഉള്ളവരെ കാര്യം കഷ്ടപ്പോവുക. എന്ത് ചെയ്യാൻ പറ്റും? എത്ര നാളായി ഒരു കാര്യവും ഇല്ല. അമ്മ നടുവൊക്കെ ഒടിഞ്ഞാ? വണ്ടിക്കാർ വരൂല ഇതിലെ വിളിച്ച. വണ്ടി വിളിച്ച് വരത്തില്ല. ആരും വരത്തില്ല. റോഡ് ടാക്സ് അടച്ചു ഓടുന്നു. ഇപ്പൊ റോഡില്ല. ഇതാണ് അവസ്ഥ. കാരണം അത്രയും ടാക്സ് അടച്ചിട്ട് പോലും ഒരാൾക്കും മര്യാദയ്ക്ക് റോഡിൽ കൂടി ഓടിപ്പോകാൻ പറ്റാത്ത അവസ്ഥ. സൂപ്പർ റോഡല്ലേ? അഭിനന്ദിക്കണം. ഭയങ്കര സൂപ്പർ റോഡല്ലേ? കണ്ടില്ലേ? ആണ്ടെ വീടാ നിങ്ങളിവിടെ നിൽക്കുന്നത് 5 വരെങ്കിലും വീഴും പെട്ടെന്ന്. ആര് കൊടുക്കണത്? ആര് കൊടുക്കാതിരിക്കുന്നത്? ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ടാക്കാത്. ആരുമില്ല ഇവിടെ. ഇവിടെ മന്ത്രിയുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്. ആരുണ്ട് ഇവിടെ? ആരുമില്ല ഇവിടെ. ആരുമില്ല. റോഡിൻ്റെ കാര്യം പറയാതിരിക്കണതാണ് നല്ലത്. ഇവിടെ എല്ലാ റോഡും കുഴപ്പമാണ്. അപ്പുറത്തെ റോഡും ഈ റോഡും എല്ലാം കണക്കിയാണ്. ഏതായാലും ഞങ്ങൾ വിസ്മയ ന്യൂസ് ഉയർക്കുന്ന പരാതിയല്ല, നാട്ടുകാരുടെ പരാതിയാണ്. അതുകൊണ്ടാണ് നാട്ടുകാരുടെ മൊത്തം കേൾക്കുന്നത്. ഒരു MP ഉണ്ട്, ഒരു MLA ഉണ്ട്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, പഞ്ചായത്ത് മെമ്പറുണ്ട്. ഇത് ഈ റോഡെന്ന് പറഞ്ഞാൽ ആ ചിറയങ്കിൽ തുടങ്ങി മംഗലാപുരം അവസാന റോഡാണ്. മംഗലാപുരം വരെ 2 ബസ് ഉണ്ടായിരുന്നു. ഒരു ബസ് ട്രാൻസ്പോർട്ട് ഉണ്ട്, പിന്നെ പ്രൈവറ്റ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്. ഇപ്പം അവസ്ഥയാണ്. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോക്കുന്നില്ല. ഇത് അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ്. MP ആക്കുന്നില്ല, MLA ആക്കുന്നില്ല. ആരെയാക്കും പറഞ്ഞത്? പലപ്പോഴും പറയും പോലെ ചൂണ്ടിക്കാണിക്കേണ്ടതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വമാണ്, ചുമതലയാണ്, കടമയാണ്. ആ ചേട്ടൻ കയറിയിട്ട് കഷ്ടപ്പാടുണ്ടോ? ചേട്ടാ, സർക്കസിലെല്ലാം പൊക്കൊണ്ടായിരുന്നോ? ഇങ്ങനെ ഓട്ടിക്ക് സർക്കസ് പലരും വീഴുന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു റെഡിമിക്സിൻ്റെ കോൺക്രീറ്റ് കൊണ്ടിട്ടിട്ട് അതിന് 25,000 രൂപ എഴുതിയെടുത്തു. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ദുരിതം കുറേ നാളുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അവർക്ക് അഴിമതി കാണിക്കാനേ ടൈമുള്ളൂ, അല്ലാതെ നാട്ടിന് നല്ലത് ചെയ്യണമെന്നാണ് ഒന്നൊരു ചിന്താഗതിയില്ല. 2 പേരായിട്ട് വരണമെങ്കിൽ ഒരാളെ വട ഇറക്കിയിട്ട് പതുക്കെ കാലുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. വണ്ടിയിൽ ഒരു ശകലം പറ്റില്ല. എന്ന് വെച്ചാൽ ദിവസം ഞാൻ കാണുന്നത് ഇവിടെ എപ്പോഴും ആക്സിഡൻ്റാണ്. ഒരു ദിവസം ഇങ്ങനെ 2-3 ആക്സിഡൻറ്റിൽ ഇവിടെ നടക്കാതിരിക്കില്ല. എത്ര മെമ്പർമാർ പറഞ്ഞാൽ അവർ ഓരോന്ന് ഇപ്പോൾ 2,000 രൂപ 20,000 രൂപയ്ക്കാണ് ഇവിടെ ഇത്ര മെറ്റിലിട്ടെന്ന് പറയുന്നത്. എന്താ ഞങ്ങളൊന്നും കാണുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ റോഡിന് ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടോ? റോഡിങ്ങനെ കിടക്കുകയാണ്. അല്ല, ചേച്ചിക്ക് വെച്ചോണ്ട് വരെയാണ് ചോദിച്ചത്. ഇൻഷുറൻസ് ആരെങ്കിലും ഉണ്ടോ? വണ്ടിക്ക് ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒക്കെ. ശരി, ഏതായാലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം നമ്മൾ കണ്ട കാഴ്ചയാണ്, നാട്ടുകാർ പറഞ്ഞ പരാതിയാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കേണ്ടത് ഞങ്ങളും പൊതുപ്രവർത്തകരാണ്. പരിഹാരം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്, ഭരണ സംവിധാനമാണ്. കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മളെ വിളിച്ചത്. നമ്മൾ വന്നു, വാർത്ത ചെയ്തു, കാണിക്കുന്നു. പരിഹാരം ഉണ്ടാവണം. അത്ര തന്നെ വേണ്ടത്. വിസ്മയ ക്യാമറ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.